ഹായ് സുഹൃത്തുക്കളെ, റിയൽ ഫാമേഴ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ ഒരു കൃഷിയിടമാണ്. ഇവിടെ ഇടവിളയായിട്ടാണ് ചീര കൃഷി ചെയ്തിരിക്കുന്നത്. പ്രധാന വിള പാവലാണ്. പാവൽ തൈകൾ വിത്ത് പാകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് പ്രീതി എന്ന് പറയുന്ന ഒരു ഇനം പാവലാണ്. ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള അതുപോലെ തന്നെ ആവശ്യക്കാർ ഉള്ള ഒരു ഇനമാണ്. നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. ഇതുപോലെ തടങ്ങൾ ഒരുക്കിയ ശേഷം ആദ്യം ചീര വിത്തുകൾ പാകും. അതിനോടൊപ്പം തന്നെ പാവൽ വിത്തുകൾ പേട്ടയിൽ പാകിയാണ് മുളപ്പിക്കുന്നത്. പാവൽ നടുന്നതിനായി പ്രത്യേകം തടങ്ങൾ അടിവളങ്ങൾ കൊടുത്ത് ഒരുക്കിയിട്ടിരിക്കും. അത്രയും ഭാഗത്ത് നമ്മൾ പാവൽ തൈകൾ നടുന്നതിനായിട്ട് ഒഴിച്ച് ഇട്ടേക്കും. ആദ്യത്തെ ഒരു 30 ദിവസം കൊണ്ട് നമുക്ക് ചീര വിളവെടുക്കാൻ സാധിക്കും. അത് കഴിഞ്ഞ് ഒരു 65 ദിവസത്തിനുള്ളിൽ പാവൽ പൂവിട്ട് കായ് ആയി തുടങ്ങും. ഒരു കർഷകനെ സംബന്ധിച്ച് കൃഷി എപ്പോഴും ലാഭകരമായി മാറുന്നത് സമ്മിശ്രമായി കൃഷി ചെയ്യുമ്പോഴാണ്. എന്തെങ്കിലും കാരണവശാൽ എൻ്റെ പാവൽ കൃഷി കീടാക്രമണം മൂലമോ അല്ലെങ്കിൽ കാലാവസ്ഥ വ്യതിയാനത്തിലൂടെയോ പരാജയപ്പെടുകയാണെങ്കിൽ എൻ്റെ കൃഷിയുടെ മുടക്കുമുതലെങ്കിലും എനിക്ക് തിരികെ ലഭിക്കാൻ ഈ ചീരകൃഷി കൊണ്ട് സാധിക്കും. അതുപോലെ തന്നെയാണ് ചീരകൃഷിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നാൽ പാവൽ കൃഷിയിലൂടെ വിജയിക്കുകയാണെങ്കിൽ ആ നഷ്ടം പരിഹരിക്കാനും കഴിയും. നമ്മുടെ ഈ സീസണിലെ ചീരകൃഷി വളരെ ലാഭകരമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതിനുള്ള കാരണം നമുക്ക് നല്ലൊരു വിപണി ഉള്ളതാണ്. അപ്പോൾ ആ വിപണിയിലൂടെ നമുക്ക് എത്ര പ്രൊഡക്ഷൻ ഉണ്ടായാലും എത്ര ഉൽപ്പാദനം ഉണ്ടായാലും നമുക്കത് വിറ്റഴിക്കാൻ സാധിക്കുന്നുണ്ട്. അത് തന്നെ ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ്. കാരണം നമുക്കിവിടെ ഒരു കൂട്ടായ്മ, മടവൂർ കാർഷിക കൂട്ടായ്മ എന്ന് പറയുന്നൊരു കൂട്ടായ്മ ഉണ്ട്. അവിടെ ഈ കർഷകർ കൊണ്ടുവരുന്ന ഉൽപ്പന്നങ്ങൾ തന്നെയാണ് അവിടെ എത്തിക്കുന്നത്. അപ്പോൾ നമുക്ക് എത്ര ഉൽപ്പാദനം കൂടിയായാലും നമുക്ക് ആ ഒരു മടവൂർ കാർഷിക കൂട്ടായ്മയുടെ കർഷക മിത്ര എന്ന് പറയുന്ന ഷോപ്പ് വഴി നമുക്ക് വിറ്റഴിക്കാൻ സാധിക്കുന്നുണ്ട്. പാവൽ വിത്തുകൾ പാകുന്നത് എപ്പോഴും വലിയ കണ്ണികളുള്ള പേട്ടകളിലായിരിക്കും. ഇത് കണ്ടില്ലേ, 20 ദിവസത്തോളം പ്രായമുള്ള പാവൽ തൈകളാണ്. അവ വേര് നശിക്കാതെ ഈ രീതിയിൽ നമുക്ക് മാറ്റി നടുവാൻ സാധിക്കും. 1-2 ദിവസം നടാൻ വൈകിപ്പോയാലും വലിയ പ്രശ്നമൊന്നും ഉണ്ടാകില്ല. ചെറിയ ട്രേകളിൽ പാവൽ പോലുള്ള വിത്തുകൾ പാകിയാൽ അതിൽ വേരോട്ടം തടസ്സപ്പെടുകയും വളർച്ച മുരടിക്കുകയും ചെയ്യും. എപ്പോഴും പാവൽ വിത്തുകൾ പാകുമ്പോൾ വലിയ ട്രേകളിൽ തന്നെ പാകുക. അപ്പോൾ നമുക്ക് ഇതുപോലെ എടുത്ത് കുഴികളിലേക്ക് നടുവാൻ സാധിക്കും. ഇപ്പോൾ ഈ വലിയ ട്രേകളിൽ ഞാൻ പാവൽ വിത്തുകൾ പാകിയതിനാലാണ് എനിക്ക് ഇതേപോലെ വളരെ ഈസി ആയിട്ട് പാവൽ വിത്തുകൾ പേട്രയിൽ നിന്ന് എടുത്ത് ഇതുപോലെ കുഴികളിൽ വയ്ക്കാൻ കഴിയുന്നത്. ചെറിയ പേട്രയിലാണ് പാകുന്നതെങ്കിൽ വളരെ കുറച്ച് വേരുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിക്കുകയും അത് എടുത്ത് മാറ്റാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടാവുകയും ചെയ്യും. അപ്പം ഇത് 50 കണ്ണികളുള്ള പേട്രയാണ്. പക്ഷേ നമുക്ക് അല്പം നഷ്ടമായിരിക്കാം. എങ്കിൽ പോലും നമുക്ക് നല്ല തൈകൾ ഉൽപ്പാദനത്തിന് ഇതുപോലെയുള്ള വലിയ കണ്ണികളിൽ തന്നെ ചെയ്യാം. അത് നമ്മുടെ പാവൽ കൃഷിക്ക് വളരെ നല്ലതുമാണ്. കാരണം എന്ന് വെച്ചാൽ വേരുകൾ ഇല്ലാതായി കഴിഞ്ഞാൽ, അതായത് പാവലിന് ചെറിയ വേരുകളാണ് കൂടുതൽ. അപ്പോൾ ആ വേരുകൾ നഷ്ടപ്പെടാതെ തന്നെ നമുക്ക് മണ്ണിലേക്ക് വയ്ക്കാനായിട്ട് സാധിക്കും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ വേനൽക്കാലമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും തടങ്ങളിൽ പൊതയിട്ട് കൊടുക്കാനായിട്ട് മറക്കരുത്. എൻ്റെ ഈ കൃഷിയിടത്തിൽ ഏകദേശം 100ഓളം തൈകളാണ് ഇവിടെ നടാൻ ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം പന്തലിടണം. പന്തലിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് ഒരു സ്ഥിര പന്തലാണ്. അതിനു വേണ്ടിയിട്ടുള്ള കമ്പികളും മറ്റ് സാധനങ്ങളും തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രീതിയിൽ സൂര്യപ്രകാശം ലഭിക്കുന്ന ഒരിടം തന്നെയാണ്. അപ്പോൾ മണ്ണിനും നല്ല മണലിൻ്റെ അംശമുള്ളതാണ്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വേരോട്ടം നടക്കും. അപ്പോൾ നമ്മളിവിടെ ഏകദേശം 6 തൈകളാണ് നട്ടിരിക്കുന്നത്. അതിൽ 5 തൈകൾ മാത്രമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഇതിൽ ചെയ്യേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതയിട്ട് കൊടുക്കുക. പൊതയിട്ട ശേഷം ആഴ്ചയിൽ 2 ദിവസമെങ്കിലും നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ജൈവ സ്ലറി ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ നേർപ്പിച്ച് വേണം ഒഴിക്കാനായിട്ട്. അപ്പം നിലവിൽ നമ്മൾ ജൈവ സ്ലറി എല്ലാ കൃഷിയിടങ്ങളിലും ചെയ്തു വയ്ക്കും. അപ്പോൾ ഇതിന് ഈ ഏകദേശം 100ഓളം പാവൽ മൂടുകളുണ്ട്. അപ്പോൾ എല്ലാത്തിനും നമ്മൾ ജൈവ സ്ലറികൾ ആഴ്ചയിൽ 2 ദിവസം മുടങ്ങാതെ തന്നെ നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കും. അതിനുശേഷം അതിൻ്റെ വളർച്ചയ്ക്ക് അനുസൃതമായിട്ട് മറ്റുള്ള വളങ്ങൾ കൊടുത്തു വരും. കൂടാതെ കീടനിയന്ത്രണത്തിനുള്ള പ്രതിരോധ മാർഗങ്ങൾ നമ്മുടെ കൃഷിയിടത്തിൽ സ്ഥാപിക്കുകയും ചെയ്യും. നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ആശയമായ ഇടവിള കൃഷി എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇതുപോലെ കൃഷി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ കർഷകർക്കും പ്രയോജനകരമായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിക്കാം. എല്ലാവരും കൃഷി ചെയ്യുക, സന്തോഷമായിരിക്കുക. അതിനോടൊപ്പം തന്നെ എൻ്റെ ചാനൽ കണ്ടിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. അപ്പം എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം.